ഓരോരുത്തന്മാർ എവിടുന്നെങ്കിലുമൊക്കെ ഇറങ്ങിക്കോളുമെന്ന് വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നാട്ടുപുറത്തെ ചില വർത്തമാനങ്ങളാണ്. ഇത്തരത്തിലുള്ള ചില വാക്കുകൾ കേൾക്കാൻ ചിലർ ചില കാരണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. ആ കാരണങ്ങൾ എങ്ങനെ വരുന്നു, അതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണ്, അവരെന്താ അങ്ങനെ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സൈജു ഖാലിദ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നമ്മളെല്ലാവരുമായി, നമ്മുടെ സമൂഹവുമായി നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കണ്ടൻ്റാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ ഞങ്ങളിങ്ങനെ സൈക്ലിങ്ങിന് പോകുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച കാണും. ഒരു ഗുരുദേവ മന്ദിരത്തിൽ ഒരാൾ എല്ലാ ദിവസവും അത് വൃത്തിയാക്കി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ചെയ്യുന്നത്. അദ്ദേഹം അതിൻ്റെ പരിസരമാകെ ചൂല് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് അടിച്ചു വാരി വൃത്തിയാക്കി കണ്ണാടി പോലെ ഇടുക, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, അതുപോലെ ആക്കി ഇടും. അത് ഒരു ദിവസവും തെറ്റിയിട്ടില്ല. എല്ലാ ദിവസവും അദ്ദേഹം ഇതിങ്ങനെ ചെയ്യും. അദ്ദേഹം ഇവിടുത്തെ ജീവനക്കാരനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹിയോ ഒന്നുമല്ല. പക്ഷേ ഒരു പബ്ലിക് പ്ലേസ് വൃത്തിയാക്കി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തോന്നൽ, അതിലൂടെ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സന്തോഷം, പുറം കാഴ്ചകളൊന്നും, ചിലർ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, ഇതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറേയില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിലൂടെ എൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ പബ്ലിക് യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ വന്ന് കയറുമ്പോൾ ഇത് തെളിച്ചുള്ളതാകുമ്പോൾ മാത്രമല്ലേ അതിനകത്ത് ഈശ്വര ചൈതന്യം ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ വലിയ ഒരു വാക്കാണ്. തെളിച്ചമുള്ളിടത്താണ് ഈശ്വര ചൈതന്യം അഥവാ പോസിറ്റീവ് എനർജി ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയും കൂടെ ഇവിടെ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഇതിനൊരു മറ്റൊരു മുഖമുണ്ട്, ഒരു ഓപ്പോസിറ്റ് സൈഡുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. ആ കാര്യത്തിൻ്റെ മനഃശാസ്ത്ര വശം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ അരോചകം തോന്നുന്ന ചില കാഴ്ചകൾ നമുക്ക് രാവിലെ ഉണ്ടാകാറുണ്ട്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ വീട്ടിലെ വേസ്റ്റുകൾ, കുട്ടികളുടെ പാമ്പേഴ്സ്, അതേപോലെ പാഡുകൾ, മത്സ്യമാംസ്യങ്ങളുടെ വേസ്റ്റുകൾ, ഇതെല്ലാം കൊണ്ടുവന്ന് റോഡ് സൈഡിലും കുളത്തിൻ്റെയും പുഴയുടെയൊക്കെ സൈഡിലൊക്കെ തള്ളിയിട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അത്രമാത്രം പ്രയാസകരമായ ഒരവസ്ഥയും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സത്യത്തിൽ അതിൻ്റെ ആദ്യത്തെ കാരണം, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ തങ്ങളെ ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലങ്ങളിലേക്കാണ് വീണ്ടും വീണ്ടും വേസ്റ്റ് വന്ന് നിറയുന്നത് എന്നതാണ് കൃത്യമായ ആദ്യത്തെ കാരണം. എവിടെയാണോ കാട് പിടിച്ച് കിടക്കുന്നത്, ഇപ്പോൾ ഈ വലിയ കോമ്പൗണ്ടൊക്കെ ഉള്ളവർ ചിലപ്പോൾ താമസം ഇവിടെ ഉണ്ടാവില്ല, വീട് അടച്ചു പൂട്ടിയിട്ട് വലിയ കോമ്പൗണ്ട് വിട്ടിട്ട് അവരെങ്ങനെ പോകും. അതിൻ്റെ പരിസരവും എല്ലാം കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് മറ്റുള്ളവർ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നു. അങ്ങനെ അത് ആ കാടിൻ്റെ കൂടെ. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം എന്നുള്ളത്, ആ യഥാർത്ഥ ഉടമസ്ഥരായിട്ടുള്ളവർ അവരുടെ വീടിൻ്റെ മുൻവശങ്ങൾ വൃത്തിയാക്കി സൂക്ഷിച്ചാൽ മറ്റാരും കൊണ്ടുവന്ന് അവിടെ വേസ്റ്റ് ഇടാതിരിക്കുകയും ആ ഒരു ഏരിയ ക്ലിയറായി കിടക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം, എങ്ങനെയാണ് ഈ വേസ്റ്റ് വരുന്നത് എന്നുള്ളത്. ഇനി രണ്ടാമത്, ഇതിൻ്റെ ഒരു മനഃശാസ്ത്ര വശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പാരിസ്ഥിതിക മനഃശാസ്ത്രജ്ഞനായ ലീ ചേമ്പേഴ്സ് സൂചിപ്പിക്കുന്നത്, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരികമായ മൂല്യങ്ങളുടെ കുറവ്, ഇവയാണ് ഈ വേസ്റ്റുകൾ വലിച്ചെറിയുന്നതിലേക്ക് കാരണമാകുന്നത്. സാംസ്കാരികപരമായ മൂല്യത്തിൻ്റെ കുറവ്, പിന്നെ സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റ് ഇടാനുള്ള സംവിധാനങ്ങളുടെ കുറവ്, അല്ലെങ്കിൽ ആ വീട്ടിലെ സാഹചര്യങ്ങൾ, ഇതെങ്ങനെയുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സാംസ്കാരികപരമായ മൂല്യങ്ങളുടെ കുറവോ ആണ് ഇത്തരത്തിലുള്ള വേസ്റ്റ് വലിച്ചെറിയുന്നതിലേക്ക് വഴിതെളിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോൾ ആ പരിസരത്ത് ജീവിക്കുന്ന അല്ലെ അതിലൂടെ നടക്കുന്നവർക്ക് കുറേ സൈക്കോളജിക്കലായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. അതിലേറ്റവും ആദ്യത്തത്, ഈ വേസ്റ്റ് കൂനകൾ കാണുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, അതുപോലെ സേഫ്റ്റി പ്രശ്നമുണ്ടാകും. സ്വന്തമായിട്ട് ഒരു സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്നത് പോലെ ഒരു തോന്നൽ അത് കണ്ടുപോകുന്നവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർക്കോ ഇത്തരത്തിലുള്ള മനഃശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർ കാണിക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അവരുടെ അതൊരു അസുഖമാണോ എന്ന് വെച്ചാൽ അല്ല, എന്നാൽ അതൊരു മാനസിക വൈകല്യമാണ്. ഈ സ്ഥിരമായി
മാലിന്യം വലിച്ചെറിഞ്ഞു പോകുന്ന, ഞാൻ വഴിയിലേ അത് ഇടുള്ളൂ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലേ ഞാൻ എറിയുള്ളൂ, എൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് മാറട്ടെ. അത് നാർസിസം എന്ന് പറയുന്ന ആ ഒരു മാനസിക പ്രയാസത്തിൻ്റെ ഒരു കണ്ടീഷനാണ്. അതായത് എൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പോകട്ടെ, എന്നാൽ വല്ലോനും അത് ദ്രോഹമായിക്കോട്ടെ. അതൊരു പ്രത്യേകപരമായൊരു മാനസികാവസ്ഥയാണ്. ചില വീട്ടുകാർ അത് പൊതിഞ്ഞു കൊടുത്തിട്ട് പറയും ഇത് അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറയും. ആ പൊതിഞ്ഞു കൊടുക്കുന്ന ആളിലും ഇതേ നാർസിസത്തിൻ്റെ അവസ്ഥയാണ്. എന്നുവെച്ചാൽ സ്വന്തം വീട് അല്ലെ സ്വന്തം പരിസരം ക്ലീനായി കിടന്നോട്ടെ, ഇത് ഏതെങ്കിലും കോമ്പൗണ്ടിൽ പോയി കിടന്നോട്ടെ, അവരിത് അനുഭവിച്ചോട്ടെ. സത്യത്തിൽ ഈ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ 6 മാസം 1 വയസ്സും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളുടെ പാമ്പേഴ്സൊക്കെ റോഡിൽ കിടക്കും, അതിൽ മലവും മൂത്രവും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കാക്കയും പട്ടിയും പൂച്ചയും മറ്റ് ജീവികളും ഒക്കെ വലിച്ചു കീറുകയും ഇത് അടുത്തുള്ള അടുക്കളയിലും അല്ലെങ്കിൽ മറ്റുള്ള വീടുകളുടെ പരിസരത്തൊക്കെ കൊണ്ടിടുമ്പോൾ അവർ മനസ്സുരുകി ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ടാകും, മോശപ്പെട്ട വാക്കുകൾ യൂസ് ചെയ്യാറുണ്ടാവും. ഇതിൻ്റെ എല്ലാം ഒരു എഫക്റ്റ് ആ വീട്ടിലെ കുഞ്ഞു കുട്ടി വരെ അറിയും. ശരിക്കും മുതിർന്ന ഒരാൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രയാസം താഴെ ആ നിരപരാധിയായ കുഞ്ഞിലേക്ക് വരെ അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് വരുന്നു എന്നുള്ളതാണ് പ്രയാസകരമായ ഒരു കാര്യം. അപ്പോൾ ഈ നാർസിസം ആ ഒരു പ്രയാസത്തിൻ്റെ ഒരു വകഭേദം ഇതിലും കാണിക്കാറുണ്ട്. സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു ഏർപ്പാട്. എൻ്റെ വേസ്റ്റ് ആരെങ്കിലും ചുമന്തോട്ടെ, എൻ്റെ വേസ്റ്റ് ആരെങ്കിലും കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞോട്ടെ, എൻ്റെ വേസ്റ്റ് എവിടെയെങ്കിലും കിടന്ന് ആർക്കെങ്കിലും ദ്രോഹമായാലും എനിക്ക് ദ്രോഹം ഉണ്ടാകരുത്, ഞാൻ സേഫായിട്ടിരിക്കണം, ഞാനിങ്ങനെ നല്ലതായിട്ട് അങ്ങനെ പോകണം, വല്ലവരും സഹിച്ചോട്ടെ, അതിൻ്റെ ദുർഗന്ധവും സഹിച്ചോട്ടെ, അതിൽ നിന്ന് വരുന്ന അണുക്കളും സഹിച്ചോട്ടെ, അതിൽ നിന്ന് വരുന്ന മറ്റെല്ലാ എഫക്റ്റുകളും സഹിച്ചോട്ടെ എന്ന് പറയുന്ന നാർസിസത്തിൻ്റെ ഒരു മാനസിക വൈകല്യത്തിൻ്റെ ലക്ഷണമാണ് ഈ വേസ്റ്റ് കൊണ്ട് ദൂരേക്ക് വലിച്ചെറിയുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. അതുപോലെ CD കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന മാനസിക വൈകല്യമുള്ളവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കാറുണ്ട് എന്ന് പറയുന്നത്. അതായത് നിയമങ്ങളെ വെല്ലുവിളിക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നാട്ടിൽ നടമാടുന്ന ഇപ്പോൾ വേസ്റ്റ് കൊണ്ടിട്ടാൽ ഫൈനുണ്ട്, പക്ഷെ ആ ഫൈനെ മൈൻഡ് ചെയ്യുന്നില്ല, ഫൈൻ വരുമ്പോൾ വരട്ടെ, അതാണ് ഒരു കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ. അതേപോലെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കുക, അവർക്ക് ശുദ്ധമായി ശ്വസിക്കാൻ ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലൂടെ മാലിന്യങ്ങളില്ലാതെ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ നടക്കാൻ മറ്റ് പൗരന്മാർക്കും അവകാശമുണ്ട്. പക്ഷേ ആ അവകാശത്തിൻ്റെ പുറത്ത് കയറി അതിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്ന രീതി, അത് CD കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന മാനസിക വൈകല്യത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ASPD ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, സമൂഹത്തിൻ്റെ പൊതുവായ പുരോഗതിക്ക് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം. ഓരോ നാടിൻ്റെയും പുരോഗതി എന്ന് പറയുന്നത് അവരുടെ റോഡ് സൈഡുകളുടെ വിശാലതയും റോഡിൻ്റെ ഒരു വീറും വൃത്തിയുമാണ്. മറ്റുള്ള നാട്ടുകാർ ഈ വഴിയിലൂടെ പോകുമ്പോൾ കൊള്ളാം, കൾച്ചറുള്ള നാട് എന്ന് പറയുന്നത് അവരുടെ പരിസരം ആ ഒരു റോഡ് സൈഡ് വൃത്തിയായി കിടക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവും. അതിന് എതിരായി നിൽക്കുക, അത് ആൻറ്റി സോഷ്യൽ ഡിസോർഡറാണ്. അവർ ആ ഒരു പേഴ്സണാലിറ്റി ഒരു മാനസിക വൈകല്യമാണ്. ഞാൻ കാരണം വൃത്തിയാകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ മാലിന്യം അവിടെ കിടന്നോട്ടെ, ആരും കാണുന്നില്ല, ഇതവിടെ കിടന്നോട്ടെ എന്ന ഒരു ചിന്ത ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഭാഗമാണ്. അടുത്തതാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. അതായത് താൻ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്ത് എന്ന് ചിന്തിക്കാതെയുള്ള ഒരു പ്രവർത്തനം. ആ ഒരു ഡിസോർഡർ ഉള്ളവർ അവർ പ്രവൃത്തി ചെയ്തങ്ങ് പോകും, പക്ഷെ അതിന് വരുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്ത്, അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു, മറ്റുള്ളവരുടെ എന്ത് പ്രയാസം ഉണ്ടാക്കുന്നു, ഇതൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ട്രെയിനിലൊക്കെ കയറുമ്പോൾ തുപ്പി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുറുക്കി ചവച്ച് തുപ്പിയിട്ടുണ്ടാവും. ഈ നമ്മുടെ കോമ്പൗണ്ടിലൊക്കെ പണിക്ക് വരുന്ന പണിക്കാർ ഇതുപോലെയാണ്, മുറുക്കി പൈപ്പിൻ്റെ ചുവട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുപ്പി വെച്ചേക്കും. എന്തിനാണ് ഇവർ ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല. ഒരു പക്ഷേ ഇവർ കാലാകാലങ്ങളായി ഫോളോ ചെയ്യുന്ന രീതിയായിരിക്കും മുറുക്കി തുപ്പുക എന്നുള്ളത്. പക്ഷേ മറ്റൊരു കോമ്പൗണ്ടിൽ ആ വീട്ടുകാരും സഹകരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്, അവിടെ വന്നിട്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇങ്ങനെ നീട്ടി പരത്തി തുപ്പിയിടുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മനോവൈകല്യങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ്. എൻ്റെ തുപ്പൽ എവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ത്, ഇത് ചിന്തിക്കാതെ അവരുടേതായ ഒരു സ്റ്റൈലിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു, മറ്റുള്ളവർക്ക് യാതൊരു വിലയും കൊടുക്കാത്ത ഒരവസ്ഥയാണുള്ളത്. അതാണ് ഇപ്പോൾ പറഞ്ഞ ഈ ഡിസോർഡർ. ആ ഡിസോർഡറിലൂടെ സംഭവിക്കുന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു അണുക്കളിലൂടെ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ആ പ്രശ്നത്തിലൂടെ നാളെ അവർക്ക് തന്നെ പ്രയാസം ഉണ്ടാകും. പക്ഷെ അതൊന്നും ചിന്തിക്കാതെയാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നത്.
അടുത്താണ് BPD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് ഒരു സെൽഫ് ഇമേജ്, തനിക്ക് എന്ത് വിലയാണ് സമൂഹത്തിൽ ഉള്ളത്, താൻ അത് കീപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ത്, ഇതൊന്നും ചിന്തിക്കാതെ താൻ ആ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി പോലും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ബോർഡർ ലൈൻ ഡിസോർഡർ, അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇങ്ങനെയുള്ള നിരവധി മാനസിക വൈകല്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പറയുന്ന ഗാർബേജ് ദൂരേക്ക് വലിച്ചെറിയുക, വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോയി പബ്ലിക് പ്ലേസിലിടുക, മറ്റുള്ളവരുടെ കോമ്പൗണ്ടിലേക്ക് കൊണ്ടിടുക, അല്ലെങ്കിൽ റോഡ് സൈഡിലിട്ട് മലിനമാക്കുക എന്നുള്ളതൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ചിന്താഗതിയും അവരുടെ ഒരു മാനസികമായ വൈകല്യത്തിൻ്റെയും പ്രകടമായ ലക്ഷണമാണ്. അപ്പോൾ ഇടത്തോളം ഇത് പരത്തുന്ന അസുഖങ്ങളെയും ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ കാരണമായിട്ടാണ് പലരും ഇതിന് ഫൈൻ ഈടാക്കുക, അല്ലെങ്കിൽ ഇത് നാടിൻ്റെ സംസ്കാരത്തിനെതിരാണ്, അല്ലെങ്കിൽ സൗന്ദര്യവൽക്കരണത്തെ തടയും, ഇതൊക്കെ കൊണ്ടാണ് ഫൈൻ ഈടാക്കുന്നതും ഒക്കെ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇത് എറിയുന്നവൻ്റെ, ഇത് കൊണ്ട് കളയുന്നവൻ്റെ ഒരു മനോരോഗത്തിൻ്റെ, മാനസിക വൈകല്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പൊതുവായി നമ്മുടെ എല്ലാ നാടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ കൂടി ആധികാരികമായി ചിന്തിക്കുകയും കൂടുതൽ പഠിക്കുകയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.